ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് സിവിൽ എഞ്ചിനീയേഴ്സിനോടാണ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സിവിൽ കഴിഞ്ഞിട്ട് ഓവർസിയർ എക്സാം, എക്സാം, RRB, JE, SSC, JE എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഗവൺമെൻറ് എക്സാംസുകളുണ്ട്. അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, ഞാൻ കുറേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്ങും എത്തുന്നില്ല, കുറേ എക്സാംസുകളൊക്കെ എഴുതി പക്ഷെ അതിലൊന്നും ഒരു ഉദ്ദേശിച്ച റാങ്ക് കിട്ടുന്നില്ല, ഈ പഠിത്തം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല. ഇങ്ങനെ കുറേ കൺസേണുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ക്ലാസ്സുകളിലൊക്കെ ക്ലാസ്സിന് ഇങ്ങനെ ഓറിയൻറ്റേഷൻ വെക്കുന്ന സമയത്തും ലൈവ് വെബിനാറുകൾ വെക്കുന്ന സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. ഒരുപാട് പേര് നമ്പറൊക്കെ എടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊരു വ്യക്തത വരുത്താൻ, അതായത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിലൊക്കെ ഒരു നല്ലൊരു മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ നമ്മുടെ സൈലം ടെക്നിക്കലിൻ്റെ എൻ്റെ ടീം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ തരിക എന്നത് മാത്രമല്ല അല്ലേ, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയാമെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ January 7th വരുന്ന ഒരു LSCDയുടെ ഒരു ഓവർസിയർ എക്സാം ഉണ്ട്. ഈ ഒരു ഓവർസിയർ എക്സാമിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ, ആ റിവിഷൻ്റെ കൂടെ ഓരോ സബ്ജക്റ്റുകളും എങ്ങനെ പഠിക്കണമെന്നും അത് പറഞ്ഞുകൊണ്ട് ഒരു 1 day പ്രോഗ്രാം നമ്മൾ സൈലം ടെക്നിക്കൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ട് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ്, ഡിസ്കസ് ചെയ്യാനാണ്, നിങ്ങളെ അറിയിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഡേറ്റുകൾ വരികയാണെങ്കിൽ ഈ വരുന്ന December 5 കോഴിക്കോട് സൈലത്തിൻ്റെ ക്യാമ്പസിൽ വെച്ചിട്ട്, അതുപോലെ ഡേറ്റുകൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ. അതുപോലെ നമ്മൾ ഈ വരുന്ന December 15 പാലക്കാട് സൈലം ക്യാമ്പസിൽ വെച്ചിട്ടും, December 22 പെരിന്തൽമണ്ണ, മലപ്പുറം പെരിന്തൽമണ്ണ സൈലം ക്യാമ്പസിൽ വെച്ച്, അതുപോലെ December 29 സൺഡേസ് ആണ്, December 29 തൃശ്ശൂർ വെച്ചിട്ടും, January 5 ട്രിവാൻഡ്രത്തുള്ള സൈലം ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു 1 day പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പങ്കെടുക്കാം, കാരണം അവർക്കൊക്കെ അവരുടെ ഫാക്കൾട്ടീസിനൊക്കെ മീറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, അതുപോലെ സൈലത്തിലെ സ്റ്റുഡൻസ് എന്നല്ല ആരായാലും നിങ്ങൾ ഈ വരാൻ പോകുന്ന സിവിൽ എക്സാംസുകൾക്ക്, ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സീസൺ കഴിഞ്ഞ് ഇനി 2025-26 നമുക്ക് അടുത്തൊരു സീസൺ വരുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റായി ഫുൾ അടിപൊളിയായിട്ട് നമ്മളെ എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കണം. അപ്പോൾ നമുക്കറിയണം എവിടുന്ന് എങ്ങനെയൊക്കെ തുടങ്ങാം, എങ്ങനെയൊക്കെ പഠിക്കാം, നമ്മൾ ടൈം എങ്ങനെ അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, നല്ലൊരു സ്റ്റഡി ടൈം ടേബിളുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം വരാൻ പോകുന്ന ഓവർസിയർ എക്സാംസുകൾക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ആ പറയുന്ന ഒരു 1 day പ്രോഗ്രാമിൽ, മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള ആ ഒരു 1 day പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ January 7 എക്സാമിന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഓരോ സബ്ജക്റ്റിൽ നമ്മൾ ഈ ഫാക്കൾട്ടീസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഒരു പെട്ടെന്ന് ഒരു ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ടും ആ ഒരു ദിവസങ്ങളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകൾ ഒന്നുകൂടെ കമൻറ്റിൽ ഉണ്ടാവും, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ അന്ന് പങ്കെടുക്കുക, കാരണം ഞായറാഴ്ചയാണ്, നിങ്ങൾക്ക് വർക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അതെന്തായാലും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് അതൊരു വേസ്റ്റ് ഓഫ് ഡേ ആയിട്ട് നിങ്ങൾക്കത് തോന്നൂല. അതുപോലെ നിങ്ങൾക്ക് സൈലം ടെക്നിക്കലിൻ്റെയൊക്കെ എല്ലാ സിവിൽ ഫാക്കൾട്ടീസിനൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം ആ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു 1 day പ്രോഗ്രാമിലോട്ട് നിങ്ങൾ വരുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുക. കാരണം നിങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഒരുപാട് ആളുകൾ ഗവൺമെൻറ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരുണ്ടാവാം, പ്രിപ്പയർ ചെയ്തിട്ടെങ്കിലും എത്താത്തവരൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സെൻറ്റർ ഏതാണോ ആ ഒരു സെൻറ്ററിലോട്ട് വരിക, നിങ്ങൾ അതിനൊരു ദിവസം മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സെൻറ്ററുകളിലൊക്കെ ഓഫ്ലൈൻ ബാച്ചസുകൾ, ഓവർസിയറിൻ്റെയും എയുടെയും ഓഫ്ലൈൻ ബാച്ചസുകൾ January മുതൽ ഈ പറഞ്ഞ പാലക്കാട്, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, അതുപോലെ ട്രിവാൻഡ്രം, കണ്ണൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ജനുവരി മുതൽ അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഓവർസിയർ ഓഫ്ലൈൻ ബാച്ചസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ വരുന്ന ബാച്ചുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1 day വെബിനാർ എന്ന ഈ സെമിനാറിൽ പങ്കെടുത്താൽ, 1 day വർക്ക്ഷോപ്പിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് 10% ഓഫർ നിങ്ങൾക്ക് ഫീൽ നേടിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഈ പറയുന്ന ഓഫറിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഇതാണ് കാര്യം. നിങ്ങളൊരു 1 day മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന എക്സാംസുകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു അടിപൊളി എന്ത് ചെയ്യാം ഒരു ഐഡിയ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും കാണാം ഈ പറയുന്ന സെമിനാറിന്. ഓക്കെ, ബൈ.